ഞങ്ങൾ എല്ലാ വർഷവും ഓരോ 2 ഫെസ്റ്റിവൽ നടത്താറുണ്ട്. ഒന്ന് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, അത് സെപ്റ്റംബറിൽ 2 ദിവസം ഉണ്ടാവും. പിന്നെ ഫെബ്രുവരിയിലെ ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ, അത് ഒരു ദിവസം ഉണ്ടാവും. ഇത് ഞങ്ങൾ തുടങ്ങാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ സ്വയം ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് അതിനൊരു വേദി കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇതേമാതിരി ചിന്തിക്കുന്ന വേറെയും പലരും ഉണ്ട്, അവർക്കും ഇതുമാതിരിയുള്ള വേദി കിട്ടാതെ വരുന്നുള്ളത് ഞങ്ങൾ വേറൊരു ഫെസ്റ്റിവലിന് പോയി കണ്ടിട്ടാണ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷമാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്, ഈ ഫെസ്റ്റിവൽ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുമാതിരി ഇങ്ങനെ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു വേദി ഉണ്ടാവുക, അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടുണ്ട്. ഈ മേളയിൽ പങ്കെടുത്ത നിരവധി ചലച്ചിത്ര പ്രതിഭകൾ വലിയ സിനിമാ രംഗത്തും ഡോക്യുമെന്ററി രംഗത്തും ഉന്നത സ്ഥാനങ്ങൾ വരെ കൈവരിക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ട് എന്നാണ്, അത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ചലച്ചിത്രങ്ങളെ അടുത്തറിയാനും ചലച്ചിത്രങ്ങളുടെ ശക്തിയും സൗന്ദര്യങ്ങളും മനസ്സിലാക്കാനും അതിനെ പ്രാപ്തരാക്കും വിധം സിനിമയെക്കുറിച്ച് അറിയാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇൻസൈറ്റ് പ്രവർത്തിക്കുന്നു എന്ന് അറിയുന്നതിലാണ് ഞങ്ങൾക്കേറെ അഭിമാനം. ഹ്രസ്വചിത്ര എന്നൊരു പ്രസ്ഥാനം തൃപ്പാളൂർ ആസ്ഥാനമായി, പാലക്കാട് ജില്ലയിൽ ആലത്തൂരിനടുത്തുള്ള തൃപ്പാളൂർ ആസ്ഥാനമായി ആരംഭിക്കുകയുണ്ടായി. 4-5 കൊല്ലം സൂപ്പർ 8, 16mm മുതലായ പണ്ടത്തെ ഫിലിം ഫോർമാറ്റുകളിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ ജനകീയ സിനിമകൾ പിടിക്കുകയും ആ സിനിമകൾ ജനങ്ങൾക്ക് പ്രൊജക്ടറുകൾ ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുകയും എല്ലാ തരത്തിലും സിനിമയുടെ വിവിധ വശങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമായിരുന്നു ഹ്രസ്വചിത്ര. ഹ്രസ്വചിത്ര പിന്നീട് പ്രവർത്തനം സ്തംഭിക്കുകയും 2003 വീണ്ടും ഡിജിറ്റൽ സിനിമകളുടെ ആവിർഭാവത്തോടെ ഡിജിറ്റൽ സിനിമകൾ പിടിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇൻസൈറ്റ് എന്ന പേരിൽ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. നമ്മൾ അട്ടപ്പാടി മേഖലകളിൽ നിന്നുള്ള കുട്ടികളെ കൊണ്ട് അവിടുന്ന് ചെയ്യിപ്പിച്ച ഡോക്യുമെന്ററികളും ഫിലിമുകളും കഴിഞ്ഞ തവണ അടക്കം നമ്മൾ പ്രദർശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഫിലിം ഫെസ്റ്റിവൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൗ ടു മേക്ക് ഫിലിം, അതൊരു ചെറിയ മൊബൈൽ കൊണ്ടാണെങ്കിൽ പോലും അത് ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ ചലച്ചിത്ര പഠന ക്യാമ്പുകളും മറ്റു കളരികളും ഒക്കെ നടത്തിക്കൊണ്ട് എല്ലാ ജനങ്ങൾക്കും ഏത് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കും സിനിമ അല്ലെങ്കിൽ അവനവന്റെ ആശയം പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു മീഡിയ ആണ് ഈ ക്യാമറ എന്നുള്ളത് ധരിപ്പിക്കുകയാണ് ആദ്യത്തെ ഉദ്ദേശം ഞങ്ങളുടെ. രണ്ടാമത്, ഈ സോഷ്യൽ രൂപത്തിലുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ, അതായത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ കഴിയാമോ അത് എത്രത്തോളം പരത്താൻ കഴിയുക എന്നുള്ളതായിരുന്നു. പണ്ട് 1980s നമ്മൾ 16mm മൂവി ക്യാമറ വെച്ചിട്ടാണ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഡിജിറ്റൽ ക്യാമറകൾ വന്നതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് എന്ത് കാര്യങ്ങളും ചെയ്യാനും എളുപ്പമാണ്. ഞങ്ങളിപ്പോ 14 കൊല്ലം കഴിഞ്ഞ് ഇനി 15ാമത്തേണ് അടുത്ത സെപ്റ്റംബറിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇതുവരെ ആയിട്ട് ഞങ്ങള് വളരെയധികം മാറി. കാരണം പല സജഷൻസും ഒക്കെ ഉണ്ടായിട്ട് ആദ്യം തുടങ്ങിയപ്പോൾ 5 മിനിറ്റോ അതിൽ താഴെയുള്ള ഫിലിംസ് മതി എന്നാണ് നിശ്ചയിച്ചിരുന്നത്. പിന്നീട് അതിലും കൂടുതലായിട്ട് 1 മിനിറ്റിന്റെ ഒരു ഫിലിം ആവാം എന്നുള്ളത് സജഷൻ വന്നു. അങ്ങനെ ഞങ്ങൾ 2 കാറ്റഗറി ഉണ്ടാക്കി. ഒന്ന് 1 മിനിറ്റ് ഫിലിം, ഒന്ന് 5 മിനിറ്റ് ഫിലിം പറഞ്ഞിട്ട്. അത് വളരെ സക്സസ് ആയിട്ടാണ് ഇപ്പം നടന്നു വരുന്നത്. ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ സിനിമയുടെ ലാംഗ്വേജ് ഇതൊക്കെ പഠിക്കാൻ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഫെസ്റ്റിവൽ വളരെയധികം ചെയ്യുന്നുണ്ട് എന്നാണ് ജനറലി എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. പാലക്കാടിൻ്റെ ഭൂമിയിലേക്ക് ഞാൻ വന്നിട്ട് 20 വർഷമായി. 1.5 പതിറ്റാണ്ട് മുമ്പാണ് ഇൻസൈറ്റ് ക്രിയേറ്റീവ് ഗ്രൂപ്പ് ആദ്യമായി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത്. തുടർച്ചയായി 15 കൊല്ലം മുടങ്ങാതെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇൻസൈറ്റ് ക്രിയേറ്റീവ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അതിനു മുമ്പ് പാലക്കാടിൻ്റെ ഭൂമികയിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആരെങ്കിലും ആവട്ടെ, ആരും തന്നെ ഇത്തരത്തിൽ ഒരു ഇന്റർനാഷണൽ
ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തിയായിട്ട് എൻ്റെ അറിവിലില്ല. കൂടാതെ തന്നെ ഡോക്യുമെൻ്ററികളുടെ 8 വർഷം പൂർത്തിയാക്കുന്നു KR മോഹനൻ സാറിൻ്റെ പേരിലുള്ളത്. അതിൻ്റെ സ്ക്രീനിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേദിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ 15 വർഷവും സ്ഥിരം കാഴ്ചക്കാരനായി ഞാനും എൻ്റെ കുടുംബവും വന്നു ചേരാറുണ്ട്. 15 വർഷമായി ഇൻസൈറ്റിന്റെ പേരിൽ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്നു. ചലച്ചിത്ര പ്രദർശനം, ചലച്ചിത്ര പഠന ക്യാമ്പുകൾ, ചലച്ചിത്ര സംബന്ധിയായ ലഘുചിത്രങ്ങൾ നിർമ്മിക്കുക, അത് പ്രദർശിപ്പിക്കുക, അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞ 15 വർഷമായിട്ട് പാലക്കാട് ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസൈറ്റിന്റെ പ്രധാന 3 ഇനങ്ങൾ, ഒന്ന് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലാണ്. അത് എല്ലാ സെപ്റ്റംബർ 2ാം ശനിയാഴ്ചയും തുടർന്നുള്ള ഞായറാഴ്ചയും നടക്കുന്നു. അത് 5 മിനിറ്റിൽ താഴെയുള്ള സിനിമകളും കഴിഞ്ഞ 6 വർഷമായിട്ട് 1 മിനിറ്റിൽ താഴെയുള്ള മൈന്യൂട്ട് എന്ന പേരിലും 5 മിനിറ്റിൽ താഴെയുള്ള ഹാഫ് എന്ന പേരിലും 1 മിനിറ്റിൽ താഴെയുള്ള മൈന്യൂട്ട് എന്ന പേരിലുമുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫെസ്റ്റിവലുകളിൽ ഒന്നാണ്. തുടർച്ചയായിട്ട് ഇതുവരെയായും ഒരു തരത്തിലുള്ള ബ്രേക്കും വരാതെ തുടർച്ചയായിട്ടുള്ള ഫെസ്റ്റിവൽ എന്നുള്ള നിലയിൽ കഴിഞ്ഞ 15 വർഷമായിട്ട്, അതും 1ാം സമ്മാനം ഗോൾഡൻ സ്ക്രീൻ അവാർഡ് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും നൽകുന്നു. മൈന്യൂട്ട് വിഭാഗത്തിൽ 10,000 രൂപയും പ്രശസ്തി പത്രവും ട്രോഫിയും നൽകുന്നു. VK രാജൻ രൂപകൽപ്പന ചെയ്ത ട്രോഫിയാണ് ഇതിന് നൽകുന്നത്. അങ്ങനെ ഒരു ചലച്ചിത്ര വിദ്യാർത്ഥിക്ക് ഏറ്റവും മികച്ച രീതിയിൽ ചലച്ചിത്രം നിർമ്മിക്കാനും അതുപോലെ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ അതേ അർത്ഥത്തിൽ കാണികളുമായിട്ട് സംവദിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടാകും. ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി വളരെ നല്ലൊരു നിലവാരത്തിലാണ് ഇപ്പോൾ ഇൻസൈറ്റ് ഗ്രൂപ്പിന്റെ ഈ ഫിലിം ഫെസ്റ്റിവലിലും ഡോക്യുമെന്ററി സ്ക്രീനിങ്ങും ഒക്കെ നടക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളും നാഷണൽ തലത്തിൽ നിന്നുള്ള എൻട്രികളും ഒപ്പം തന്നെ പ്രാദേശിക തലത്തിലുള്ള മലയാളം പ്രോഗ്രാമുകളും കൊണ്ട് ഒരുപാട് കാഴ്ചക്കാരനിലേക്ക് അടുത്തിറങ്ങി തനിക്ക് ചുറ്റുമുള്ളൊരു ലോകം എന്തെന്ന് തിരിച്ചറിയാനും സാമൂഹിക പ്രതിബദ്ധതയുള്ള പല മേഖലകളിലും ഉള്ള ഡോക്യുമെന്ററികളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പല കാഴ്ചവട്ടങ്ങൾ ഒരുക്കുന്ന 1 മിനിറ്റിന് താഴെയുള്ള 5 മിനിറ്റിനുള്ളിലുള്ള പലതരം ഷോർട്ട് ഫിലിമുകൾ കൊണ്ട് സമ്പന്നമാണ്. പലപ്പോഴും ഡയലോഗ് പോലും ഇല്ലാത്ത ഷോർട്ട് ഫിലിം കൊണ്ട് വളരെ നല്ല കൃതികൾ തീർക്കുന്ന ഷോർട്ട് ഫിലിമുകൾ, ഹ്രസ്വ സൃഷ്ടികൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. എനിക്ക് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വർഷം തോറും മികച്ച നിലവാരം പുലർത്തുന്നു എന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ 5 മിനിറ്റ് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് പലരും ഇങ്ങനെ ഡോക്യുമെന്ററി വേണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് ഡോക്യുമെന്ററി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. അത് ഞങ്ങളുടെ വളരെ മെന്ററായിട്ട് നിന്ന KR മോഹനന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി KR മോഹനൻ മെമ്മോറിയൽ അവാർഡ് എന്നുള്ള നിലയ്ക്കാണ് ഈ ഡോക്യുമെന്ററി ഫെസ്റ്റിവൽ. ഡോക്യുമെന്ററി ഞങ്ങൾ 20 മിനിറ്റിൽ താഴെയുള്ള ഡോക്യുമെന്ററികളാണ് മത്സരങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത്. ആ ഏതാണ്ട് 15ഓളം മത്സര ചിത്രങ്ങൾ, 15, 12 അങ്ങനെ സമയദൈർഘ്യത്തിനനുസരിച്ചുള്ള മത്സര ചിത്രങ്ങൾ ഞങ്ങൾ ഡോക്യുമെന്ററിയിൽ പ്രദർശിപ്പിക്കുന്നു. ഏറ്റവും നല്ല ഡോക്യുമെന്ററിക്ക് 10,000 രൂപയും പ്രമോദ് പള്ളിയിൽ രൂപകൽപ്പന ചെയ്ത ശില്പവും അതിന് സമ്മാനമായി നൽകുന്നു. ഈ 2 ഫെസ്റ്റിവലുകളുടെയും പ്രധാന സവിശേഷത ഓരോ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതിന് ശേഷവും അതിൻ്റെ അണിയറ പ്രവർത്തകരെ ഒപ്പം നിർത്തി അവരുമായി കാണികൾ സംവദിച്ച് ഒരു ഓപ്പൺ ഫോറം ചർച്ച സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇൻസൈറ്റ് ചെറിയ ചെറിയ സിനിമകൾ ഡിജിറ്റൽ മാധ്യമത്തിൽ പിടിച്ച് പല മത്സരങ്ങളിലും പങ്കെടുക്കുകയുണ്ടായി. നല്ല അഭിപ്രായങ്ങൾ ലഭിച്ച അത്തരം സിനിമകൾ പക്ഷേ പ്രദർശിപ്പിക്കാൻ സാധ്യതകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട്
ഇൻസൈറ്റ് തന്നെ 2011 മുതൽ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. ഹൈക്കു അമച്ചർ ലിറ്റിൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന ആ ഫെസ്റ്റിവൽ ഹാഫ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. ഹാഫ് എന്നത് ഹൈക്കു അമച്ചർ ലിറ്റിൽ ഫിലിം എന്നതിൻ്റെ ചുരുക്കം മാത്രമല്ല, നമ്മുടെ മത്സര സിനിമകളുടെ ഡ്യൂറേഷൻ, അതിൻ്റെ ലെങ്ത് 5 മിനിറ്റ് ആയതുകൊണ്ട് അത് പഴയ ഒരു റീൽ എന്ന 10 മിനിറ്റിന്റെ പകുതിയാണ് എന്നതുകൊണ്ട് ഹാഫ് എന്ന വാക്കിന് അത്തരത്തിലൊരു അർത്ഥം കൂടി ലഭിച്ചു. അങ്ങനെ ഹാഫ് ഫെസ്റ്റിവൽ 2011 മുതൽ മുടങ്ങാതെ എല്ലാ കൊല്ലവും നടത്തുന്നുണ്ട്. മേളയിലെ വ്യക്തികളുടെ സാന്നിധ്യം, കാണികളുടെ സാന്നിധ്യം, ചലച്ചിത്ര പ്രതിഭകളുടെ സാന്നിധ്യം എല്ലാം കൊണ്ടും ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. ഇതിനോടകം ഞങ്ങൾ 2500-ലധികം ചിത്രങ്ങൾ പാലക്കാട് ഹ്രസ്വചിത്രങ്ങളായും ഡോക്യുമെന്ററികളായും പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇൻസൈറ്റ് ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുക മാത്രമല്ല, ഇൻസൈറ്റ് നിരവധി ചിത്രങ്ങൾ, ഈ 5 മിനിറ്റിൽ താഴെയുള്ള നിരവധി ചിത്രങ്ങൾ ഇൻസൈറ്റ് നിർമ്മിക്കുകയും അവ വിവിധ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വിവിധ മേളകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫെസ്റ്റിവൽ ഡയറക്ടറായ KV വിൻസെന്റ് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ നിർമ്മിച്ച ഹൈക്കു ചിത്രങ്ങൾ, 200ഓളം ഹൈക്കു ചിത്രങ്ങൾ ഒരു ഫെസ്റ്റിവലിൽ തന്നെ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഫിൻലാൻഡിലെ പോഴി എന്ന സ്ഥലത്ത് വിൻസെന്റിന്റെ മാത്രമായിട്ട് 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ ഹൈക്കു ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയുണ്ട്. ഇൻസൈറ്റിന് ഏറെ അഭിമാനിക്കാവുന്ന, വിൻസെന്റിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഈ മേളയിലെ പ്രാതിനിധ്യമാണ് ഞങ്ങളുടെ ഈ മേള കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരു തരത്തിലും നഷ്ടപ്പെടാതെ, ഒരു തരത്തിലും ബ്രേക്ക് വരാതെ നടത്താൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത്. തുടർന്നും പാലക്കാടിലെ ചലച്ചിത്ര പ്രേമികൾ, അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ചലച്ചിത്രത്തിന്റെ വിവിധ പ്രതിഭകൾ ഈ മേളയുമായിട്ട് സഹകരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. പക്ഷേ ആ ഫെസ്റ്റിവലിൽ നിന്നും ഡോക്യുമെന്ററി സിനിമകളെ ഒഴിവാക്കിയിരുന്നു. കാരണം അത് തികച്ചും വ്യത്യസ്തമായ ഒരു ആസ്വാദന തലം ആവശ്യപ്പെടുന്നത് കൊണ്ട് ഷോർട്ട് ഫിലിമുകൾക്കിടയിൽ ഡോക്യുമെന്ററികൾ വരുമ്പോൾ ഷോർട്ട് ഫിലിമുകൾക്കുള്ള ശ്രദ്ധ കിട്ടാതെ പോകുന്നു എന്നതുകൊണ്ടാണ് ഡോക്യുമെന്ററികൾ ഒഴിവാക്കിയത്. പക്ഷെ ഡോക്യുമെന്ററികൾ ഒഴിവാക്കി എന്നത് ഒരു പ്രശ്നമായി പലരും ഉന്നയിച്ചിരിക്കെ തന്നെ 1980-കളിൽ ഇൻസൈറ്റിന്റെ പരിപാടികളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഈ പരിപാടി വളരെ പ്രശസ്തമായ ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പല ഡോക്യുമെന്ററി എന്നതിനേക്കാൾ ഉപരി ഇന്നത്തെ സമൂഹത്തിന് അത്യാവശ്യമായ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു 14ഓളം ഡോക്യുമെന്ററികളാണ് ഉള്ളത്. അതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു ഡോക്യുമെന്ററിയായി കണ്ടത് പാലക്കാട് ജില്ലയിൽ പനമരവും അതിന്റെ ജാതകം എന്ന രീതിയിലെടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയും അതിന്റെ ജാതകം, ആ ടൈറ്റിൽ തന്നെ വളരെ പ്രസക്തമാണ്. ഞങ്ങളുടെ 3ാമത്തെ പരിപാടി എന്ന് പറയുന്നത് ഇൻസൈറ്റ് അവാർഡാണ്. ഇൻസൈറ്റ് അവാർഡ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ഇൻസൈറ്റ് അവാർഡ് കൊടുത്തു വരുന്നു. ജയബാല മേനോൻ, KS സേതുമാധവൻ, KP കുമാരൻ, T കൃഷ്ണനുണ്ണി, വേണുഗോപാൽ, വാസന്തി ശങ്കരനാരായണൻ, TV ചന്ദ്രൻ, KP ശശി, മധു അമ്പാട്ട് തുടങ്ങി 9 പേർക്കാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അവാർഡ് കൊടുത്തത്. ഈ 10ാമത്തെ വർഷമായ ഇത്തവണ മ്യൂസിക് ഡയറക്ടർ ജെറി അമൽദേവിനെ സമ്മാനിക്കുന്നു. അത് ഇന്ന് ഈ 8ാമത് ഡോക്യുമെന്ററി ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനത്തിൽ ഞങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്നു. തുടർന്നും നിങ്ങളെല്ലാവരും ഈ മേളയുമായി സഹകരിക്കണമെന്നും പാലക്കാട് ഹ്രസ്വചിത്രത്തിനും ഡോക്യുമെന്ററിക്കും ഒരു വളക്കൂറുള്ള മണ്ണാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇൻസൈറ്റിന്റെ വഴികാട്ടിയും സഹകാരിയും തുടക്കം മുതൽ തന്നെ ഇൻസൈറ്റിന്റെ കൂടെ ഉണ്ടായിരുന്ന KR മോഹനൻ എന്ന ചലച്ചിത്ര പ്രതിഭ മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ പേരിൽ
ഡോക്യുമെന്ററി ഫെസ്റ്റിവൽ 2017 മുതൽ ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് 8ാമത്തെ ഡോക്യുമെന്ററി ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഈ ഫെസ്റ്റിവലിൽ 12 ഡോക്യുമെന്ററികൾ പ്രൈമറി സെലക്ഷനിൽ സ്ക്രീൻ ചെയ്യാനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൃഷി മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അന്യം നിന്നു പോകുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഫ്ലാറ്റുകളും കാര്യങ്ങളും വന്ന സ്ഥിതിക്ക് മിക്കവാറും പേര് കൃഷി ഉപേക്ഷിച്ചുകൊണ്ട് അത് വിൽക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എന്ത് വേണമെങ്കിലും അവരുടെ മെസ്സേജ് ക്യാമറയിലൂടെയോ അല്ലെങ്കിൽ മൊബൈലിലൂടെയോ പ്രദർശിപ്പിക്കാൻ കഴിയും. ആ എടുക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാം എന്നുള്ളതിന് അവർക്ക് ഗ്യാരണ്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ പനയുടെ ജാതകത്തിൽ വിശ്വസിക്കുന്നവർക്ക് ശനിദശ എന്നൊരു കാലമുണ്ട്. പനയ്ക്ക് ഒരു ശനിദശ കാലമാണ് ഇപ്പോൾ. ഇത് മാറേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന മരമാണ് പന. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് അതിലെ പല വിഭവങ്ങളും ചെങ്കൽച്ചൂളകളിൽ കത്തിപ്പോയപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ വാട്ടർ സോഴ്സ്, അതായത് വാട്ടർ മാനേജ്മെന്റിൽ വളരെ പ്രസക്തിയുള്ള ഒരു മരമാണ്. ആ ഡോക്യുമെന്ററി അതീവ പ്രാധാന്യം അതുപോലെ